ഹായ് ഹലോ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് തിരുവോണ ദിവസമാണ് കേട്ടോ. ഞാൻ രാവിലെ എണീറ്റിട്ട് ബാൽക്കണിയിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നാട്ടിൽ നിന്ന് എല്ലാവരും വരും. അപ്പം ഏട്ടൻ വണ്ടിയും കൊണ്ട് പോയേക്കാണ് അവരെ കൂട്ടാനായിട്ട്. അപ്പം ഞാൻ ബാൽക്കണിയിൽ നോക്കി നിൽക്കുകയാണ്, അവർ വരുന്നുണ്ടോ നോക്കുകയാണ്. ഇന്നലെ ഒരുപാട് ലേറ്റായിട്ട് കിടന്ന കാരണം ഞാൻ അതിരാവിലെ ഒന്നും എണീറ്റില്ല. അല്ലെങ്കിൽ തിരുവോണ ദിവസം ആണെങ്കിൽ 4 മണിയാകുമ്പോഴേക്കും എണീറ്റിട്ട് നേരം വെളുക്കുമ്പോഴേക്കും ഞാൻ കിച്ചണിലെ എല്ലാ പണികളും തീർക്കുന്നതാണ്. ഇന്ന് ഞാൻ മനഃപൂർവ്വം ചെയ്യാനത്. എല്ലാവരും വന്നിട്ട് ഒന്നിച്ച് സദ്യ ഉണ്ടാക്കുമ്പോഴാണല്ലോ അതിനൊരു സുഖം. അപ്പൊ അത് കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ആക്കുകയാണ്. അവർ വരുമ്പോഴേക്കും കൊടുക്കാനായിട്ട് വിശക്കുമല്ലോ, ട്രെയിനിലൊക്കെ കയറി വരുന്നല്ലേ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം പെട്ടെന്നാക്കിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അവർ വരുന്നത് കേട്ടോ. അവരെത്തി ഫ്രഷ് ആയപ്പോ അവർക്ക് ക്ഷീണമൊന്നുമില്ല. ഫ്രഷ് ആയതും പൂക്കൾ ഇടാനിരിക്കുകയാണ്. ഹലോ ഇവിടെ ഭയങ്കര വേളാ ഇപ്പല്ലേ ഞങ്ങള് അങ്ങനെ എല്ലാവരുടെയും തീരുമാനപ്രകാരം ആലോചിച്ചെടുത്ത് അവരിങ്ങനെ ഒരു പൂക്കളാണ് ഇട്ടത്. ആളുകൾ കൂടുന്നോരോ അഭിപ്രായങ്ങളും കൂടുമല്ലോ. അങ്ങനെ അവസാനം ഇതുപോലൊരു പൂക്കളാണ് കിട്ടിയത് കേട്ടോ. ഇപ്പൊ ഈ ഓണത്തിലെ ഏറ്റവും വലിയ പൂക്കളിട്ടത് ഈ തിരുവോണ ദിനത്തിന് തന്നെയാണ്. അല്ലാത്തതൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഇട്ടത്. പിള്ളേര് വന്നിട്ട് തന്നെയാണ് വലിയ പൂക്കളിട്ടത് കേട്ടോ. അതേ അപ്പുറത്ത് കിടക്കുന്നത് അപ്പുറത്തുള്ളത് മലയാളി ഫാമിലി തന്നെയാണ്. അപ്പൊ അവര് വന്നിട്ട് അധികം നാളായിട്ടില്ല, നമ്മൾ കമ്പനിയായി വരുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പൂക്കളൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അടുത്ത സദ്യവട്ടത്തിനുള്ള ഒരുക്കങ്ങളാണ്. അപ്പൊ ഞങ്ങള് ഒരുവിധം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു തുടങ്ങിട്ടോ. കിച്ചൺ ആണെങ്കിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. സദ്യ ആവുമ്പോ അങ്ങനെയാണല്ലോ, എല്ലാരും കൂടി കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങനെയായിരിക്കും അടുക്കള. ഓരോരുത്തരും ഓരോ പണികൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ചേച്ചിയും ഞാനും മുഖം തമ്മിൽ യാതൊരു സാമ്യതയില്ല. എല്ലാരും ചോദിക്കും ഇത് ചേച്ചിയാണോ എന്ന് അത്ഭുതപ്പെടാറുണ്ട്. ഇനി അടുത്തത് എല്ലാരും ഒരുങ്ങലാണ് കേട്ടോ. അപ്പൊ ദിയമോളും ഷിയമോളും അങ്ങനെ ഓണം ഡ്രസ്സ് കൊണ്ടിട്ടില്ല. അപ്പൊ സാരി ഞാൻ എൻ്റെ കേരള സാരിനെ കൊണ്ട് ഒന്ന് ശരിയാക്കി എടുക്കുകയാണ്. ക്രോപ്പ് ടോപ്പും ജീനും ആണ് രണ്ടുപേരുടെയും. അപ്പൊ കേരള സാരി ഇപ്പോൾ ഫ്യൂഷൻ ഫാഷൻ ആണല്ലോ ഇപ്പൊ. അപ്പൊ അത് കാരണം ആ ക്രോപ്പ് ടോപ്പിന്റെയും ജീൻസിന്റെയും കൂടെ തന്നെ ഞാൻ അങ്ങോട്ട് കസവ് സാരി അങ്ങ് ഉടുപ്പിക്കാൻ നിൽക്കുകയാണ്. പക്ഷെ അതിന് നീളം ഉണ്ടായിരുന്നില്ല, അത് നമ്മൾ മുണ്ടായിരുന്നു. അത് മിസ്റ്റേക്കാണ്. ഞാൻ അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഒട്ടും നീളമില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നേരിയതായിരുന്നു, മുണ്ടില്ലേ അതാണ്. അപ്പോൾ നേരിയത് പിന്നെ ഞാൻ മാറി വന്നിട്ടാണ് അവർക്ക് മാറ്റി കൊടുത്തേട്ടോ. ഞാനാണ് എപ്പോഴും ലേറ്റ് ആവും. എല്ലാവരുടെ ഇടയിൽ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ മാറുമ്പോൾ ഏറ്റവും ലേറ്റ് ഞാനാവും. അപ്പം ഞാൻ മാറി വന്നിട്ട് പിന്നെ ഉടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും മുല്ലപ്പൂവും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷിയയുടെയാണ് കുറച്ചും കൂടി നന്നായത് കേട്ടോ. ബ്ലാക്ക് ജീനിൻ്റെ കൂടെയാണ് ക്രോപ്പ് ടോപ്പും ബ്ലാക്ക് ജീനും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ശരിക്കും സാരി മാച്ചായി. എൻ്റെ ബ്ലാക്ക് കരയുള്ള ഒരു സാരി ഉണ്ടായിരുന്നു. അപ്പൊ അത് ഉടുപ്പിച്ചപ്പോ ഷിയമോളുടെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം എല്ലാവരും മലയാളി മങ്കികളും മങ്കന്മാരൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഫോട്ടോ സെഷനാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പോസിൽ ഫോട്ടോസും റീൽസ് വീഡിയോസും ഒക്കെ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു കേട്ടോ. പക്ഷെ ഒന്നും നടന്നില്ല എന്നുള്ളതാണ് സത്യം. തിരക്കാവുമ്പോൾ നമുക്ക് അത് തിരക്ക് എങ്ങനെയും തീർക്കണം എന്നല്ലേ വിചാരിക്കുള്ളൂ. പെട്ടെന്ന് ഊണ് കൊടുക്കണം അങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കുക. അപ്പൊ അത് കാരണം വീഡിയോസും ഫോട്ടോസും ഒന്നും നല്ലതൊന്നും കിട്ടിയില്ല. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. നല്ല രീതിക്കുള്ള പ്ലാൻ ചെയ്ത ഫോട്ടോസ് ഒന്നും നടന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കളികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്നാലും ഓണം കളറായി. നിങ്ങൾ ചാടാൻ പോണോ? നിങ്ങൾ പറയുന്നില്ലേ? അങ്ങനെ ആർപ്പോവിളിയൊക്കെ കഴിഞ്ഞപ്പോ എല്ലാവർക്കും വിശന്നു. നേരെ 2 മണിക്ക് കഴിഞ്ഞേ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോ. അപ്പൊ അങ്ങനെ സദ്യ കഴിക്കാനിരിക്കുകയാണ്. 18 തരം വിഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ സദ്യക്ക്. ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. എനിക്ക് ഇത് വിഭവങ്ങൾ കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് സദ്യയിൽ. അപ്പൊ അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ്, സത്യം പറഞ്ഞാൽ ഞങ്ങൾ കളിക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓണക്കിളിയൊക്കെ.
പക്ഷെ ഒന്നും നടന്നില്ല. എന്താ വെച്ചാൽ ഇവര് ട്രെയിനിൽ വന്ന ക്ഷീണവും സദ്യയുടെ ക്ഷീണവും ഒക്കെ കാരണം ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും കിടന്നുറങ്ങി. അതാണ് ഉണ്ടായത്. പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞ് സന്ധ്യയായി എണീറ്റപ്പോ. അപ്പൊ അത് കഴിഞ്ഞ് ബീച്ചിലൊക്കെ പോവാണ് ചെയ്തേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഓണത്തിന്റെ വിശേഷങ്ങൾ. കുട്ടി വീഡിയോ ആയിരുന്നു. അപ്പൊ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ചെന്നൈ കറങ്ങുന്ന വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.